നമസ്കാരം. എല്ലാവർക്കും അലിഗ്രോ മാത്തിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് അരൂപ് എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന എക്സാമിന്റെ മാത്സിലെ 20 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വരാൻ പോകുന്ന LGS പരീക്ഷയ്ക്ക് നമുക്ക് ഈ ഒരു ലെവലിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. നമുക്കറിയാം LGS ലെവലിലുള്ള ഒരു എക്സാം ആയിരുന്നു ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന എക്സാം ആണ്. അപ്പോ ഏറ്റവും അടുത്ത് വരാൻ പോകുന്ന ഈ വർഷം നടക്കാൻ പോകുന്ന LGS പരീക്ഷകൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതിയാവും. ഓക്കെ അല്ലേ? അപ്പോൾ ഞാനിനി വേറെ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ചോദ്യം ഇങ്ങനെയാണ്: 32 സ്ക്വയർ 1024 0.001024 വർഗമൂലം എത്ര എന്നാണ്. വർഗമൂലം സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. 32ന്റെ സ്ക്വയർ 1024 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 0.001024ന്റെ വർഗമൂലം അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം: 32ന്റെ സ്ക്വയർ 1024 ആണെങ്കിൽ, ഒന്നും കൂടെ, 32ന്റെ സ്ക്വയർ 1024 ആണെങ്കിൽ നമുക്ക് പറയാം 1024ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 32 ആയിരിക്കും. അപ്പൊ ഒന്നും കൂടെ നമ്മൾ തിരിച്ചൊന്ന് പറയാണ്: 32ന്റെ സ്ക്വയർ 1024 ആണെങ്കിൽ നമുക്ക് തിരിച്ചു പറയാം 1024ന്റെ വർഗമൂലം 1024ന്റെ വർഗമൂലം അല്ലെങ്കിൽ 1024ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 32 ആയിരിക്കും. 32 ആയിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഏതിന്റെ വർഗമൂലം കാണാനാ പറഞ്ഞിരിക്കുന്നത്? ഈ പറയണ 0.001024 ഇതിന്റെ വർഗമൂലം കാണാനാ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം വർഗമൂലം കാണുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പോയിന്റ് മാറ്റിയിട്ട് അങ്ങ് വർഗമൂലം പറയുക. അതായത് ഇവിടെ ഈ പറഞ്ഞ 0.001024ന്റെ പോയിന്റ് മാറ്റി കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 1024 അല്ലേ? 1024 അല്ലേ? അപ്പൊ ഒന്നും കൂടെ നമുക്ക് പറയാൻ പറ്റും വർഗമൂലം കാണുന്നത് എങ്ങനെയാണ്? പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് മാറ്റിയിട്ട് ബാക്കിയുള്ളതിന്റെ വർഗമൂലം പറയണം. അതായത് പോയിന്റ് മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ പോയിന്റ് മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1024 എന്ന് പറഞ്ഞിട്ട് 1024ന്റെ വർഗമൂലം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 32 ആണ്. 32 ആണ്. കഴിഞ്ഞില്ല. നമ്മൾ ഇനി ഇവിടെ നോക്കണം. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനങ്ങളുണ്ടെന്ന് നോക്കണം. അല്ലെങ്കിൽ എത്ര ദശാംശ സ്ഥാനങ്ങളുണ്ടെന്ന് നോക്കണം. ഇവിടെ എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6 സ്ഥാനങ്ങളല്ലേ ഉള്ളേ? അതിന്റെ പകുതി സ്ഥാനങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ആൻസർ ഇട്ട് കൊടുത്താൽ മതി, അല്ലേ? അപ്പൊ നമുക്ക് പറയുമ്പോ ഈ പറഞ്ഞ 32 എന്നല്ല ആൻസർ. ഈ 32ല് 6 സ്ഥാനങ്ങളുടെ പകുതി സ്ഥാനം, അതായത് 3 സ്ഥാനം നമ്മൾ ഇടത്തോട്ട് മാറ്റി കുത്തിട്ട് കൊടുക്കണം. അതായത് 1, 2, ഇനി മൂന്നാമതൊരു സ്ഥാനം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തിട്ട് കൊടുക്കാം? 0 ഇട്ട് കൊടുക്കാം. കുത്തിട്ട് കൊടുത്തു. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 0.032 എന്ന് പറഞ്ഞിട്ടും നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 0.032 എന്ന് പറഞ്ഞിട്ടും. അപ്പൊ ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 1024ന്റെ വർഗമൂലം എന്താണ് തന്നിട്ടുണ്ട്? 32 എന്ന് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 32 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? 0.001024ന്റെ നമ്മൾ ആ പറയുന്ന പോയിന്റ് മാറ്റിയിട്ട് ആ നമ്പർ എടുക്കുക. നമുക്ക് എന്ത് കിട്ടും? 1024 എന്നല്ലേ കിട്ടെ? നമുക്കറിയാം 1024ന്റെ വർഗമൂലം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 32 എന്നറിയാം. കഴിഞ്ഞില്ല. എത്ര പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനങ്ങളുണ്ട് നോക്കണം. ഇവിടെ എത്ര സ്ഥാനങ്ങളുണ്ട്? 6 സ്ഥാനങ്ങളാണല്ലോ. അതിന്റെ പകുതി സ്ഥാനങ്ങൾ നമ്മുടെ ആൻസറിൽ ഇട്ട് കൊടുത്താൽ മതി. 6ന്റെ പകുതി നമുക്ക് എല്ലാവർക്കും അറിയാം 3 ആണ്. 3 സ്ഥാനങ്ങൾ ഇട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ, ഇടത്തോട്ട് മാറ്റി കുത്തുക എന്ന് പറയുമ്പോൾ 1, 2 സ്ഥാനം ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു 0 കൂടെ ഇട്ട് കൊടുക്കും. സ്ഥാനം പോയിന്റ് ഇട്ടു. നമ്മുടെ ആൻസർ എന്തായിരിക്കും? 0.032 എന്ന് പറഞ്ഞിട്ട് 0.012 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ചോദ്യം ഇങ്ങനെയാണ്: 28 എന്ന ഭാജ്യസംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്നാണ്. 28 എന്ന ഭാജ്യസംഖ്യയുടെ ഘടകങ്ങളുടെ ഫാക്ടേഴ്സിന്റെ എണ്ണം പറയുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, നമുക്കറിയാം ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ, ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയെ ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 28 എന്ന് പറയുന്ന സംഖ്യയെ നമുക്ക്
ഏതൊക്കെ സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറയേണ്ടത്. അപ്പൊ ഒന്നും കൂടെ, ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു നമ്പറിന് ഏതൊക്കെ സംഖ്യകൾ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറയേണ്ടത്. 28നെ നമുക്ക് ഏതൊക്കെ സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഹരിക്കാൻ പറ്റും? 28നെ നമുക്ക് 1 കൊണ്ട് ഹരിക്കാൻ പറ്റും. 28നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇനി 28നെ ബാക്കി ഏതാ? 4 കൊണ്ട് ഹരിക്കാൻ കഴിയും അല്ലേ? പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഏതാ? 28നെ 7 കൊണ്ട് ഹരിക്കാൻ കഴിയും. വീണ്ടും 28നെ 14 കൊണ്ട് ഹരിക്കാൻ കഴിയും. 28നെ 28 കൊണ്ട് തന്നെ നമുക്ക് ഹരിക്കാൻ കഴിയും. ആകെ എത്ര ഘടകങ്ങളായി? 6 ഘടകങ്ങളാണല്ലോ. ഒന്നും കൂടെ, 28 എന്ന ഭാജ്യസംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണമാണ് ചോദിച്ചത്. നമുക്ക് മനസ്സിൽ തന്നെ പറയാൻ പറ്റും 28ന്റെ ഘടകങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 28ന്റെ ഘടകം ഒന്ന് തന്നെയാണ് അല്ലെ? ഇനി രണ്ടൊരു ഘടകം ഞാൻ ഇവിടെ എഴുതാം. അപ്പൊ 28ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഒരു ഘടകമാണ്. ഇനി 28ന്റെ ഘടകം രണ്ടൊരു ഘടകമാണ്. ഇനി 4 ഒരു ഘടകമാണ്. 3 ഒരു ഘടകമല്ല. 28നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഇല്ല, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 4 ഒരു ഘടകമാണ്. ഇനി 28നെ നമുക്ക് 5 കൊണ്ട് ഹരിക്കാൻ പറ്റും? ഇല്ല, പോയിന്റ് വരും. അപ്പൊ 5 ഒരു ഘടകമല്ല. ഇനി 28നെ നമുക്ക് 6 കൊണ്ട് ഹരിക്കാൻ പറ്റും? ഇല്ല, പറ്റത്തില്ല. അപ്പൊ 6 ഘടകമല്ല. പിന്നെ 28നെ നമുക്ക് ഏതുകൊണ്ട് ഹരിക്കാൻ പറ്റും? 7 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ 7 ഘടകമാണ്. പിന്നെ വന്ന് 8ഇല്ല, 9ഇല്ല, 10ഇല്ല, 11ഇല്ല, 12ഇല്ല, പിന്നെ ഏതാ? 14. 28നെ നമുക്ക് 14 കൊണ്ട് ഹരിക്കാൻ കഴിയും. അതായത് 14 എന്ന് പറയുന്നത് 28ന്റെ ഒരു ഘടകമാണ്. വീണ്ടും 28നെ നമുക്ക് 28 കൊണ്ട് തന്നെ നമുക്ക് ഹരിക്കാൻ കഴിയും. അപ്പൊ 28 ഒരു ഘടകമാണ്. നമുക്ക് പറയാം 28ന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം 4ഉം 7ഉം 14ഉം 28. അതായത് 1, 2, 3, 4, 5, 6. 28നുള്ള ഘടകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 6 ഘടകങ്ങളാണ് ഉള്ളത്. 6 ഘടകങ്ങളാണ്. ഇനി നമ്മൾ കുറച്ചുകൂടെ വലിയ നമ്പർ നമ്മൾ എങ്ങനെ? 28 ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം മനസ്സിൽ പിടിക്കാൻ പറ്റും. അങ്ങനെയാണ് കുറച്ച് വലിയ നമ്പർ വന്നാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? വഴിയുണ്ട്, പറഞ്ഞു വരാം. ഇപ്പൊ കണ്ടുപിടിക്കേണ്ട ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മളെ ഈ ചാനലിൽ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഘടകങ്ങളുടെ എണ്ണം ഘടകങ്ങളുടെ എണ്ണം എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നുള്ള കാര്യം നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എങ്കിലും ഞാൻ ഇപ്പം കൂടെ അങ്ങ് പറഞ്ഞു പോവാം. അപ്പൊ 28ന്റെ ഘടകങ്ങളുടെ എണ്ണം നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്. 28നെ നമ്മൾ അഭാജ്യ ഘടകങ്ങളാക്കും. എന്ന് പറഞ്ഞാൽ അഭാജ്യ സംഖ്യകൾ കൊണ്ട് നമ്മൾ വെട്ടിച്ചെറുതാക്കും. 28നെ 2 കൊണ്ട് വെട്ടിച്ചെറുതാക്കുമ്പോൾ 14 കിട്ടും. വീണ്ടും 2 കൊണ്ട് വെട്ടിച്ചെറുതാക്കുമ്പോൾ നമുക്ക് 7 കിട്ടും. ഇനി പറ്റും? ഇല്ല. ഇനി 7 കൊണ്ട് വെട്ടിച്ചെറുതാക്കാം. 7 എന്ന് പറഞ്ഞാൽ അഭാജ്യ സംഖ്യ തന്നെയാണ്. 7 കൊണ്ട് വെട്ടിച്ചെറുതാക്കാം. അപ്പോഴും 1 കിട്ടി, നമ്മൾ പരിപാടി വെച്ച് നടത്തി. നമുക്ക് ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. 2 ഇൻറ്റു 7 എന്ന് മാറ്റി എഴുതാൻ പറ്റുമല്ലോ. 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ എന്നാണ്. 2ന്റെ സ്ക്വയർ ഇൻറ്റു വെറും 7 എന്ന് പറഞ്ഞാൽ അതെന്താണ്? 7⁻1 എന്നാണ്. ഇവിടെ കിട്ടിയ പവറായ സംഖ്യകളുടെ, അതായത് 2ന്റെയും 1ന്റെയും കൂടെ നമ്മൾ ഓരോന്ന് വീതം കൂട്ടി പറയും. ഒന്നും കൂടെ നമുക്ക് കിട്ടുന്ന പവറായിട്ട് വരുന്ന നമ്പറിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? 1 കൂട്ടി പറയും. 2ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. ഇൻറ്റു ഇവിടത്തെ പവറായ 1ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും. നമ്മുടെ ആൻസർ കഴിഞ്ഞു. 3 ഇൻറ്റു 2 നമുക്ക് കിട്ടി 6 ഘടകങ്ങളാണ്. ഓക്കെ ആണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ആ ഒരു വീഡിയോ കണ്ടു നോക്കണം. ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടാവും. ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വലിയ വലിയ നമ്പേഴ്സിന്റെ 300ന്റെയും 150ന്റെയും ഒക്കെ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന കാര്യം പറയുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണേ. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. ശരി, ഓക്കെ. അടുത്ത ചോദ്യം. ചോദ്യം 3 പ്ലസ് 6 പ്ലസ് 9 പ്ലസ് എക്സെട്രാ പ്ലസ് 180 എത്ര എന്നാണ്. ശരി, അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ഒരു 3, 6, 9, 100 അല്ലെ എക്സെട്രാ ഏതുവരെ കൂട്ടി പറയാനാ പറഞ്ഞിരിക്കുന്നത്? 180 വരെ കൂട്ടി പറയാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു LD ലെവലിലുള്ള ചോദ്യങ്ങളാണെങ്കിൽ നമുക്ക് ഇതിനെ സമാന്തര ശ്രേണി എന്ന് പറയുന്ന ഒരു ടോപ്പിക് വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അല്ലെ? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ശരി, നമുക്ക് അത് ടോപ്പിക്കിലില്ല. നമുക്ക് ഒരു LGS ലെവലിൽ പരീക്ഷ എഴുതുകയാണ് നമുക്ക് എന്തില്ല? സമാന്തര ശ്രേണി എന്ന് പറഞ്ഞ ടോപ്പിക്കിലില്ല. നമുക്ക് പഠിക്കാനുള്ള സംഭവം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് എണ്ണൽ സംഖ്യകളുടെ തുക വെച്ച് നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. ശരി, പറഞ്ഞു നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 പ്ലസ് 6 പ്ലസ് 9 പ്ലസ് എക്സെട്രാ പ്ലസ് 180 എന്നാ പറഞ്ഞിരിക്കുന്നത്. 180
നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയോക്കെ, എല്ലാം എന്തിന്റെ ഗുണിതങ്ങളാണ്? മൂന്നിന്റെ ഗുണിതങ്ങളാണ്. എല്ലാ നമ്പേഴ്സും ആരുടെ ഗുണിതങ്ങളാണ്? മൂന്നിന്റെ മൾട്ടിപ്പിൾസ് ആണ്, അല്ലെ? മൂന്നിന്റെ ഗുണിതങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്ന് എന്ത് പുറത്തെടുക്കാൻ പറ്റും? ഒരു മൂന്ന് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും, അല്ലെ? മൂന്ന് പുറത്തെടുക്കുക. ശരി, അപ്പൊ ഈ നമ്പേഴ്സിൽ നിന്ന് എല്ലാത്തിൽ നിന്ന് നമ്മൾ മൂന്ന് പുറത്തെടുക്കുകയാണെങ്കിൽ, അപ്പൊ ഞാൻ മൂന്ന് വെളിയിലാക്കി കേട്ടോ. മൂന്ന് ഞാൻ വെളിയിലാക്കി. ഇനി ബാക്കി ഇനി അകത്ത് എന്തൊക്കെ വരും? മൂന്നിൽ നിന്ന് മൂന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ബാക്കി ഒന്നുണ്ട്. ഇനി ആറിൽ നിന്ന് മൂന്ന് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആറെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 2 × 3 എന്നല്ലേ? ഇതിൽ നിന്ന് ഈ മൂന്നങ്ങ് വെളിയിൽ ചാടി കഴിഞ്ഞാൽ ബാക്കി അവിടെ എന്താ ഉള്ളത്? രണ്ടാ ഉള്ളത്. പ്ലസ് ഇനി അടുത്ത് വന്നിരിക്കുന്ന 9നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 9 എന്ന് പറഞ്ഞാൽ 3 × 3 എന്നാണ്, അല്ലെ? 9 എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒരു 3 അങ്ങ് വെളിയിൽ പോയി കഴിഞ്ഞാൽ ബാക്കി ഇനി അവിടെ ഒരു 3 ഉണ്ട്. പ്ലസ് എക്സെട്രാ പ്ലസ്. അവസാനം പറഞ്ഞിരിക്കുന്ന 180നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3 × 60 എന്ത്? 180 എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിൽ നിന്ന് ഒരു 3 അങ്ങ് വെളിയിൽ പോയി കഴിഞ്ഞാൽ ബാക്കി ഇനി അവിടെ 60 അവശേഷിക്കും. ഓക്കെയാണ്? ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? അപ്പം വന്നിട്ടുള്ള എല്ലാ നമ്പേഴ്സിൽ നിന്ന് ഓരോ പദങ്ങളിലും നമ്മൾ എന്ത് ചെയ്തു? 3 അങ്ങ് വെളിയിലെടുത്തു. ബാക്കിയുള്ളവന്മാരെ നമ്മൾ ബ്രാക്കറ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. 1 + 2 + 3 + എക്സെട്രാ പ്ലസ് 60 എന്നാ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും 3 × ശരി, ഈ എഴുതിയിരിക്കുന്ന എന്താണ് സംഭവം? 1 + 2 + 3 + എക്സെട്രാ പ്ലസ് 60 എന്ന് എഴുതിയിരിക്കുന്നത്. എങ്ങനെ നമുക്ക് അതിനൊന്ന് വായിക്കാൻ പറ്റും? ആദ്യത്തെ 60 എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. അപ്പൊ ഒന്നും കൂടെ ആ എഴുതിയിരിക്കുന്നത് എന്താണ്? ആദ്യത്തെ 60 എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. ആദ്യത്തെ 60 എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. നമുക്കറിയാം, ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുകയാണെങ്കിൽ n × n + 1 / 2 എന്നല്ലേ? അപ്പൊ മനസ്സിലായിക്കൊള്ളണം. ആർക്കെങ്കിലും അറിഞ്ഞുകൂടാമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളാം. ആദ്യത്തെ n എണ്ണൽ സംഖ്യകൾ എണ്ണാൻ ഉപയോഗിക്കുന്ന ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ n × n + 1 / 2 എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ 60 എണ്ണൽ സംഖ്യകളുടെ തുക എങ്ങനെ പറയാൻ പറ്റും? ആദ്യത്തെ 60 എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ എന്നിന്റെ സ്ഥാനത്ത് 60 ഇട്ട് കൊടുത്താൽ മതി. 60 × n അല്ലെങ്കിൽ 60 × n + 1. അതിന് പകരം 60ഉം 1ഉം കൂടെ ചേരുമ്പോൾ എന്താണ്? 61 / 2 എന്നാണ്. ഓക്കെ, ഇത്രയും ഇത് പിടികിട്ടിയോ? വീണ്ടും 2 ഇവിടെ ഒരു പ്രാവശ്യം, 60ൽ 2 30 പ്രാവശ്യം. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. 3 × 30 90 എന്ന് കിട്ടും. 90 × 61 ചെയ്യണം. പറഞ്ഞു നോക്കാം. 61 × 9 ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഒരു പ്രാവശ്യം 9, 6 × 9 എന്ന് പറയുമ്പോൾ 54. പിന്നെ ഒരു 0 കൂടെ, 5490 എന്ന് പറയാം. 5490. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 5490 എന്ന് പറയും. ഓക്കെയാണ്? ഓക്കെയാണ്? ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇവിടെ ചോദ്യം എന്താ? ഇതായിരുന്നു. 1 + 6 + 9 + എക്സെട്രാ പ്ലസ് 180 എന്നാണ്. ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഞാൻ എന്ത് പുറത്തെടുത്തു? ഒരു 3 പുറത്തെടുത്തു. എന്ന് വെച്ചാൽ 3ൽ നിന്ന് 3 വെളിയിൽ പോകുമ്പോൾ പിന്നെ അവിടെ 1 അവശേഷിക്കും. പിന്നെ ഈ 6ൽ നിന്ന് 3 വെളിയിൽ പോകാന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ ആവും. നമുക്ക് ഈ 6നെ എങ്ങനെ എഴുതാൻ കഴിയും? 2 × 3 എന്ന് എഴുതാൻ കഴിയും, അല്ലെ? 2 × 3 അല്ലേ? അതിൽ നിന്ന് ഒരു 3 അങ്ങ് വെളിയിൽ പോയി കഴിഞ്ഞാൽ ബാക്കി അവശേഷിക്കുന്നത് എന്താണ്? 2 അല്ലേ? ആ 2 നമ്മൾ ഇവിടെ എഴുതി. വീണ്ടും ഈ 9നെ നമുക്ക് എങ്ങനെ എഴുതാൻ കഴിയും? 9നെ നമ്മൾ എങ്ങനെ എഴുതി? 3 × 3 എന്ന് പറഞ്ഞ് എഴുതി, അല്ലെ? അതിൽ നിന്ന് ഒരു 3 വെളിയിൽ ചാടി കഴിഞ്ഞാൽ ബാക്കി എന്താണ്? ഒരു 3 ഉണ്ട്. വീണ്ടും നമ്മൾ ഈ പറയുന്ന 180നെ നമ്മൾ എങ്ങനെ എഴുതും? 3 × 60 എന്ന് പറഞ്ഞ് എഴുതാണ്. വീണ്ടും അതിൽ നിന്ന് ഒരു 3 വെളിയിൽ പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? 60 ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന 1 + 2 + 3 + എക്സെട്രാ പ്ലസ് 60 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 60 എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ n × n + 1 / 2. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 60 എണ്ണൽ സംഖ്യകളുടെ തുക നമുക്ക് എങ്ങനെ എഴുതാൻ കഴിയും? ഇവിടെ 3 ഉണ്ടല്ലേ? 3 അതേപോലെ എഴുതി. 60 × 61 / 2 എന്ന് പറഞ്ഞത് വെട്ടിയെല്ലാം എടുക്കുമ്പോൾ നമുക്ക് കിട്ടും 5480 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 5480. ചോദ്യം പറഞ്ഞു നോക്കാം. 3 × 10 പ്ലസ് 5 × 1 പ്ലസ് 8/10 പ്ലസ് 3/1000 എത്രയാണ്? ശരി, ഒരു അരികയും നമുക്ക് പറഞ്ഞു തരാം. 3 × 10 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 30 അല്ലേ? ശരി, പ്ലസ് 5 × 1 എന്ന് പറയുമ്പോൾ 5. ഓക്കെയാണ്. പ്ലസ് 8/10 എന്ന് പറയുമ്പോൾ 8നെ 10 കൊണ്ട് ഭാഗിക്കാന്ന് പറയുമ്പോൾ ഇടത്തോട്ട് മാറ്റി ഒരു കുത്തിട്ട് കൊടുത്താൽ പോരെ?
0.8 എന്ന് പറഞ്ഞിട്ട് 0.8 പ്ലസ് 3/1000 എന്ന് പറയുമ്പോൾ ഇവിടെ സൈഡിൽ നോക്കിക്കോ, 3/1000 എന്ന് പറയുമ്പോൾ 1000 കൊണ്ട് ഭാഗിക്കുക എന്ന് പറയുമ്പോൾ ഇടത്തോട്ട് 3 സ്ഥാനം മാറ്റി കുത്തിരണ്ടേ. അതായത് നമുക്ക് എങ്ങനെ കിട്ടും? 0.003 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 0.003 എന്ന് പറയാം. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 30ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 35 കിട്ടി അല്ലെ? ഇനി ബാക്കിയുള്ളത് കൂടെ നമുക്ക് കൂട്ടി വെക്കാം. 0.8 ഇവിടെ ഉണ്ട്, പിന്നെ എന്തുണ്ട്? 0.003 കൂടെയാണ്. എല്ലാം കൂടെ ഒന്ന് കൂട്ടി പറയുമ്പോൾ ഇവിടെ 3 കിട്ടും, ഇവിടെ 0 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. നമുക്ക് കിട്ടും 35.803. എവിടെയാണ് ആൻസർ? നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 35.803 എന്ന് പറഞ്ഞിട്ട് 35.803. ഓക്കെ അല്ലേ? സിമ്പിൾ ആണ്. ഗുണിച്ചിട്ട് എന്ത് ചെയ്യാം? അതേപടി അങ്ങ് കൂട്ടി അങ്ങ് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 35.803. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. ശരി, പറഞ്ഞു വരാം. എക്സിന്റെ 15% വൈയുടെ 40% തുല്യമായാൽ x/y കാണുക. നമ്മുടെ എക്സിന്റെ 15% വൈയുടെ 40% ഈക്വൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. തുല്യമായി കഴിഞ്ഞാൽ x/y എത്രയാണ്? പറയാം. എക്സിന്റെ 15% നമുക്കറിയാം. 15% എന്ന് പറഞ്ഞാൽ 15/100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ എക്സിന്റെ 15% എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു 15/100. അപ്പൊ ഒന്നും കൂടെ ഞാൻ ഈ എഴുതിയിരിക്കുന്നത് എന്താണ്? എക്സിന്റെ 15%, അതായത് എക്സ് ഇൻറ്റു 15/100. ഇനി അടുത്ത് വൈയുടെ 40%, അതായത് വൈ ഇൻറ്റു 40% നമ്മൾ എങ്ങനെ പറയും? 40/100. ഇത് രണ്ടും എന്തെന്നാ പറഞ്ഞിരിക്കുന്നത്? തുല്യം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ, എക്സിന്റെ 15% വൈയുടെ 40% തുല്യമാണ്. ഒന്നുകൂടെ, എക്സിന്റെ 15% വൈയുടെ 40% തുല്യം. അതല്ലേ ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്? രണ്ട് സൈഡിൽ 100 ഉണ്ടല്ലോ, വിട്ടുപോയി. അപ്പൊ നമുക്ക് ഇതിനെ ചേർത്തങ്ങ് പറയാം. എക്സ് ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ 15x ഈക്വൽ ടു വൈ ഇൻറ്റു 40 എന്ന് പറഞ്ഞാൽ 40y. ഓക്കെ ആണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 15x ഈക്വൽ ടു 40y, 15x ഈക്വൽ ടു 40. തിരിഞ്ഞും പിരിഞ്ഞും നോക്കണ്ട. x/y എന്ന് പറഞ്ഞാൽ ആ നമ്പേഴ്സിനെ അങ്ങ് തിരിച്ചങ്ങ് പറയാം. 40:15. ഒന്നും കൂടെ, എങ്ങനെയാണ്? 15x ഈക്വൽ ടു 40y ആണോ? നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? വേണമെങ്കിൽ ഇവിടെ വെട്ടിച്ചെറുതാക്കാൻ പറ്റും. നമുക്ക് ഇവിടെ ഇട്ട് വെട്ടിച്ചെറുതാക്കാം. അങ്ങനെ ചെറുതാക്കിയിട്ട് പറയാം. ഇവിടെ നമുക്ക് രണ്ട് സൈഡും 5 കൊണ്ട് വെട്ടാം അല്ലെ? 15ൽ 5 എത്ര പ്രാവശ്യമുണ്ട്? 3 പ്രാവശ്യമുണ്ട്. ഇനി 40ൽ 5 എത്ര പ്രാവശ്യമുണ്ട്? 8 പ്രാവശ്യമുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് ഒന്ന് ചേർത്ത് പറയുകയാണെങ്കിൽ 3x ഈക്വൽ ടു എന്ന് പറയാം 8y എന്ന് പറയാം. അതായത് x/y എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കൺഫ്യൂഷൻ വരരുതേ. 3:8 എന്നല്ല പറയേണ്ടത്, അതിന് നേരെ അങ്ങ് തിരിച്ചങ്ങനെ പറയാം കേട്ടോ. എങ്ങനെയാ പറയേണ്ടത്? 8:3 എന്നാണ് നമ്മുടെ ആൻസർ. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി 8:. ഒന്നും കൂടെ, നമുക്ക് കിട്ടിയത് എന്താണ്? 3x ഈക്വൽ ടു 8y എന്നാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് തോന്നും x/y അതേ നമ്പേഴ്സ് തന്നെ അങ്ങനെ പറഞ്ഞാൽ മതി എന്നൊക്കെ തോന്നും. അങ്ങനെയല്ല. നമ്പേഴ്സിന് 3x ഈക്വൽ ടു 8y ആണോ? x/y പറയേണ്ടതാണ്. നമ്പേഴ്സിനെ ഒന്ന് തിരിച്ചങ്ങ് പറയണം. എങ്ങനെയാണ്? 8:3 എന്നാണ് പറയേണ്ടത്. ഇനി ഇവിടെ വെച്ച് ഞാൻ ഈ പറഞ്ഞതിൽ വിശ്വാസം ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടി ഞാനിത് നേരായ രീതിയിൽ പറയുകയാണെങ്കിൽ, ഇവിടെ ഈ സ്റ്റെപ്പിൽ വെച്ച് നമ്മൾ ചെയ്യുന്നത്, ഇവിടെ ഇടതുവശത്ത് ഒരു എക്സ് ഉണ്ടല്ലേ, അതിന്റെ താഴെ എന്ത് പറയും? വൈയെ കൊണ്ടുപോയി അല്ലെ? ഈ വൈ ഇനി താഴെ വരും. ഈക്വൽ ടു വലതുവശത്ത് ഒരു 8 ഉണ്ട്. ഇടതുവശത്തുണ്ടായിരുന്ന ഈ 3നെ നമ്മൾ എവിടെ കൊണ്ടുപോയി? താഴെ കൊണ്ടുപോയി. അപ്പൊ x/y ഈക്വൽ ടു 8/3 കിട്ടും. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് പറയുന്നത്? x/y എന്ന് പറഞ്ഞാൽ 8:3 എന്ന് പറയും. ഓക്കെ. അപ്പൊ ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. 3x ഈക്വൽ ടു 8y ആണെങ്കിൽ നേരെ നമ്പർ അങ്ങ് തിരിച്ചങ്ങ് പറഞ്ഞാൽ മതി. ഇനി അഥവാ എന്നെ വിശ്വാസം ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. x/y എന്നുള്ള ഫോമിൽ കൊണ്ടെത്തിക്കുക. അതിന് നമുക്ക് എന്താക്കാൻ പറ്റും? x/y ഈക്വൽ ടു എന്ന് പറയാം 8:3 എന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ശരി, സിമ്പിൾ ആയിട്ട് ചോദ്യം പറയാൻ പറ്റും. ഒരു തീവണ്ടിയുടെ ശരാശരി വേഗത 90 km/h എങ്കിൽ ആ തീവണ്ടി 15 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എന്താണെന്നാണ് ചോദ്യം. അപ്പൊ ഒന്നുകൂടെ,
ഒരു തീവണ്ടിയുടെ ശരാശരി വേഗത എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? 90 km/h. എങ്കിൽ ആ തീവണ്ടി 15 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 90 km/h എന്ന് പറഞ്ഞാൽ 90 km/h അല്ലെങ്കിൽ km/മണിക്കൂർ എന്നാണ് അവിടെ തന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നന്നായിട്ടൊന്ന് മനസ്സിലാക്കണേ. 90 km/h 90 km/h എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മണിക്കൂറിൽ 90 കിലോമീറ്റർ സഞ്ചരിക്കുക. ഒന്നും കൂടെ 90 km/h അല്ലെങ്കിൽ 90 km/മണിക്കൂർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു മണിക്കൂറിൽ 90 കിലോമീറ്റർ. ഒരു മണിക്കൂർ 90 കിലോമീറ്റർ. 54 km/h എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു മണിക്കൂറിൽ 54 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. 72 km/h എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു മണിക്കൂറിൽ 72 കിലോമീറ്റർ സഞ്ചരിക്കും. പറഞ്ഞു തരാം. അപ്പൊ നമ്മുടെ ഈ തീവണ്ടി എങ്ങനെയാണ്? ഒരു മണിക്കൂറിൽ 90 കിലോമീറ്റർ പോകുന്ന പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 15 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും എന്നല്ലേ? ഒരു മണിക്കൂറിൽ 90. 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ മണിക്കൂറല്ലേ? 1/4 മണിക്കൂർ. അതിന് എന്ത് ചെയ്താൽ 4 കൊണ്ടങ്ങ് ഭാഗിച്ചാൽ 90 4 കൊണ്ടങ്ങ് ഭാഗിച്ചു കൊടുത്താൽ മതി. 15 മിനിറ്റ് ഉള്ള കിട്ടും. 90/4 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 45ന്റെ പകുതി എത്ര? 22.5 എന്ന് പറഞ്ഞിട്ടും, അതായത് 15 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന എത്രയാണ്? 22.5 കിലോമീറ്റർ. സിമ്പിൾ ആയിട്ട് പറയണേ. അപ്പോ 90 km/h എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ 90 കിലോമീറ്റർ സഞ്ചരിക്കുന്നതാണ്. 15 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ തനി മലയാളത്തിൽ പറഞ്ഞാൽ മണിക്കൂർ കൊണ്ട് എത്ര അല്ലെങ്കിൽ 1/4 മണിക്കൂർ കൊണ്ട് എത്ര സഞ്ചരിക്കുന്നല്ലേ? 1/4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1/4 എന്നല്ലേ? ഈ 90ന് ഒരു മണിക്കൂറിൽ 90 പോവെങ്കിൽ 15 മിനിറ്റിൽ എത്ര പോകും? 4 കൊണ്ട് അങ്ങ് ഭാഗിച്ചു കൊടുത്താൽ മതി. നമ്മുടെ ആൻസർ എത്ര കിട്ടും? 22.5 കിലോമീറ്റർ എന്ന് പറയും. ഓക്കെ അല്ലേ? ചോദ്യം. ചോദ്യം. 1250 രൂപ 5% സാധാരണ പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ 1750 രൂപ കിട്ടുന്നതിന് എത്ര വർഷം വേണമെന്നാണ് ചോദ്യം. ഒന്നുകൂടെ. 1250 രൂപ നമ്മളൊരു ബാങ്കിൽ നിക്ഷേപിക്കുകയാണ്. 5% സാധാരണ പലിശ നിരക്കിലാണ് നിക്ഷേപിക്കുന്നത്. നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 1750 രൂപ കിട്ടാൻ വേണ്ടി നമുക്ക് 1750 രൂപ തിരിച്ചു കിട്ടാൻ വേണ്ടി എത്ര വർഷം എടുക്കുമെന്നാണ്. എത്ര വർഷം എടുക്കും? അപ്പൊ സാധാരണ പലിശ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരേണ്ടത് I equal to PNR by 100 എന്നാണ്. അപ്പൊ ഒന്നും കൂടെ, സാധാരണ പലിശ എന്ന് കേട്ടോ, ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പലിശ എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയും? PNR by 100 എന്നാണ്. I എന്ന് പറഞ്ഞാൽ പലിശ, ഇൻട്രസ്റ്റ്. P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ. അങ്ങോട്ട് നമ്മൾ ഇംഗ്ലീഷിൽ പറയും മുതലെന്നാണ്, മലയാളത്തിൽ മുതലെന്നാണ്. N എന്ന് പറഞ്ഞാൽ എത്ര വർഷത്തേക്ക്, നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയും. R എന്ന് പറഞ്ഞാൽ പലിശ നിരക്കാണ്, അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ ആണെങ്കിൽ അപ്പൊ നമുക്ക് ഇതിനകത്ത് പറയാം. ഇതിനകത്ത് 1250 രൂപ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്? 1750 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. 1250 രൂപയുടെ എത്രയാണ്? 1750 എന്ന് പറഞ്ഞാൽ പലിശയായിട്ട് കിട്ടേണ്ട എത്ര രൂപയാണ്? 500 രൂപ അല്ലെ? കൂടുതലായിട്ട് കിട്ടുന്നതിനല്ലേ നമ്മൾ പലിശ എന്ന് പറയണേ. അപ്പൊ പലിശയായിട്ട് കിട്ടേണ്ട എത്രയാണ്? 500 അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. പലിശ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് കിട്ടേണ്ട പലിശ എന്ന് പറഞ്ഞാൽ 500 ആണ്. ഈക്വൽ ടു പ്രിൻസിപ്പൽ ആണ്. പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ അമൗണ്ട്, നമ്മൾ നിക്ഷേപിക്കുന്ന തുക. എത്ര രൂപ ഇട്ട് കൊടുത്തേ? 1250 രൂപ. ഇൻഡു എത്ര വർഷത്തേക്കാണെന്ന് അറിഞ്ഞൂടാ, അത് നമ്മൾ കണ്ടുപിടിക്കണം. എണ്ണ അതേപോലെ ഇട്ട് കൊടുത്തു. ഇനി പലിശ നിരക്ക്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. ഓൾ ഡിവൈഡഡ് ബൈ എത്ര? 100. ശരി, നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ഈ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? എന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഈ എന്നിനെ നമുക്ക് അവിടെ ഇട്ടിട്ട് ബാക്കിയുള്ളതെല്ലാം അപ്പുറത്ത് കൊണ്ടുപോകാമല്ലോ. അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 100 അങ്ങ് മേളിൽ വരും അല്ലെ? ക്രോസ് ആയി മുകളിൽ പോകും. അതായത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം. 500 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ, ഇപ്പുറ സൈഡ് മേളിൽ കിടക്കുന്നവരെല്ലാം താഴെ വരും. 1250 ഇൻറ്റു എന്ന് പറയും 5 എന്ന് പറയും. ഈ പൂജ്യവും പോയി. 5ൽ 5 ഒരു പ്രാവശ്യം, 10ൽ 2 പ്രാവശ്യം, 125ൽ 125 ഒരു പ്രാവശ്യം, 500ൽ 125 4 പ്രാവശ്യം. ബാക്കി 4 ഇൻറ്റു 2 നമുക്ക് കിട്ടി. 8 വർഷം കൊണ്ട് അത് എത്രയായിട്ട് മാറും? 1750 രൂപയായിട്ട് മാറും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, 8 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിനകത്ത് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ, പലിശ എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിഞ്ഞിരിക്കണം? P സാധാരണ പലിശ എന്ന് പറഞ്ഞാൽ
PNR/100 എന്നാണ്. അപ്പൊ ഇതിനകത്ത് ചെറിയൊരു കാര്യം നമ്മൾ ആലോചിച്ച് എഴുതണം. ഈ പറഞ്ഞ 1750 രൂപ ഇട്ട് കൊടുക്കും, അങ്ങനെയല്ല നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്ക് 1250 രൂപ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1750 ആയിട്ടാണ് കിട്ടേണ്ടത്. എന്ന് പറഞ്ഞാൽ അധികമായിട്ട് കിട്ടുന്ന എത്ര രൂപയാണ്? 500 രൂപയാണ്. ആ 500നെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? പലിശയായിട്ടാണ് എടുക്കുന്നത്. 500നെ നമ്മൾ പലിശയായിട്ട് എടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ ഇൻട്രസ്റ്റിന് പകരം അവിടെ ഐക്ക് പകരം നമ്മൾ എന്തിട്ട് കൊടുത്തത്? 500 ഇട്ട് കൊടുത്തത്. ഓക്കെ അല്ലേ? ചോദ്യം ചെയ്തു വരാം. ഒരു തൊഴിലാളിയുടെ തുടർച്ചയായ 5 ദിവസത്തെ കൂലി 800, 760, 780, 750, 720 രൂപ എന്നിങ്ങനെയാണ്. 6 ദിവസത്തെ ശരാശരി കൂലി 775 രൂപയായാൽ 6-ാം ദിവസത്തെ കൂലി എത്രയാണ്? അപ്പോ ഒരു തൊഴിലാളിയുടെ തുടർച്ചയായിട്ടുള്ള 5 ദിവസത്തെ കൂലി തന്നിട്ടുണ്ട്. ഇനി 6-ാമത്തെ ദിവസത്തെ കൂലി നമുക്ക് തന്നിട്ടില്ല. പക്ഷെ വേറൊരു കാര്യം തന്നിട്ടുണ്ട്. 6 ദിവസത്തെ എന്ത് തന്നിട്ടുണ്ട്? ശരാശരി തന്നിട്ടുണ്ട്. 6 ദിവസത്തെയും ശരാശരി കൂലി തന്നിട്ടുണ്ട്. എത്ര? 775 എന്നൊക്കെ പറയുന്നത്. എങ്കിൽ 6-ാമത്തെ ദിവസത്തെ കൂലി എത്രയാണ് ചോദിച്ചിട്ടുണ്ട്. ഒന്നും കൂടെ, നമുക്ക് 6-ാമത്തെ ദിവസത്തെ കൂലി നമുക്ക് തന്നിട്ടില്ല. ആദ്യത്തെ 5 ദിവസത്തെ കൂലി തന്നിട്ടുണ്ട്. ഇനി 6 ദിവസങ്ങളുടെയും എന്താ തന്നിട്ടുള്ളത്? ശരാശരിയാ തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 6-ാമത്തെ ദിവസത്തെ കൂലി എത്ര എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരാശരി എന്ന് പറഞ്ഞാൽ തുക ഡിവൈഡഡ് ബൈ എണ്ണം എന്നാണ്. അപ്പൊ ഒന്നും കൂടെ, ശരാശരി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണം എന്നാണ്. അപ്പൊ ഒന്നുകൂടെ, ശരാശരി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ, അല്ലെങ്കിൽ ടോട്ടൽ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എണ്ണം കൊണ്ട് ഭാഗിക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ശരാശരി. ഇനി അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് തുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചാൽ, ടോട്ടൽ എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചാൽ ക്രോസ് ചെയ്ത് പറയാം. ശരാശരി ഇൻറ്റു എണ്ണം എന്നാണ്. ശരാശരി ഇൻറ്റു എണ്ണം എന്നാണ്. അപ്പൊ ഒന്നും കൂടെ, ശരാശരി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? തുക ബൈ എണ്ണം എന്നാണ്. തുക എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയും? ശരാശരി ഇൻറ്റു എണ്ണം എന്നാണ്. ശരാശരി എന്ത് ചെയ്താൽ മതി? എണ്ണം കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്നിട്ട് ടോട്ടൽ വരും. ശരി, അങ്ങനെയാണെങ്കിൽ പറഞ്ഞു വരാം. നമുക്ക് ഈ പറയുന്ന തൊഴിലാളിയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ 6 ദിവസത്തെ കൂലിയും കൂടെ കൂട്ടിയിട്ട് 6 കൊണ്ട് ഭാഗിക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ശരാശരി കിട്ടും. ഒന്നുകൂടെ, ഈ പറയുന്ന തൊഴിലാളിയുടെ 6 ദിവസത്തെ കൂലിയും കൂടെ കൂട്ടിയിട്ട് 6 കൊണ്ട് ഭാഗിക്കുമ്പോഴാണ് 6 ദിവസത്തെ ശരാശരി കിട്ടും. പക്ഷെ നമുക്ക് 6-ാമത്തെ ദിവസത്തെ കൂലി നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ 6-ാമത്തെ ദിവസത്തെ കൂലി ഞാൻ എക്സ് എന്ന് പറയാം. ശരി, അപ്പൊ 6 ദിവസത്തെയും കൂലി കൂടെ കൂട്ടണ്ടേ? അതായത് ഏതൊക്കെ നമ്മൾ തമ്മിൽ കൂട്ടും? 800 പ്ലസ് 760 പ്ലസ് 780 പ്ലസ് 750 പ്ലസ് 720. 5 ദിവസത്തെ ആയി. 6 ദിവസം നമുക്ക് വേണം. 6-ാമത്തെ ദിവസത്തെ അറിഞ്ഞുകൂടാത്തോണ്ട് ഞാൻ ഇതെന്ന് കൊടുത്തു, എക്സ് എന്ന് കൊടുത്തു. ഹോൾ ഡിവൈഡഡ് ബൈ എത്ര? 6 കൊണ്ട് ഹരിക്കുമ്പോഴാണ്, അല്ലെ? തുക ഡിവൈഡഡ് ബൈ എണ്ണം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 ദിവസത്തെയും ശരാശരി കൂലിയായ 775 രൂപ കിട്ടും. അപ്പൊ ഒന്നും കൂടെ, ശരാശരി എന്ന് പറഞ്ഞാൽ തുക ഡിവൈഡഡ് ബൈ എണ്ണം എന്നാണ്. അതായത് നമ്മൾ 6 ദിവസത്തെയും കൂലി കൂട്ടണം, എന്നിട്ട് 6 കൊണ്ട്, എണ്ണം എന്ന് പറഞ്ഞാൽ 6 ദിവസത്തെ ഉള്ളു. അപ്പൊ എണ്ണം കൊണ്ട് 6 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് ശരാശരിയായ എത്ര കിട്ടും? 6 ദിവസത്തെ ശരാശരിയായ 775 രൂപ കിട്ടും. ഓക്കെ ആണ്. വീണ്ടും നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി പറയണം. എത്രയാണ്? 800, 760 എല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കാമോ? 800 പ്ലസ് 760, 780, 750, 720 എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും നോക്കാം. എല്ലാം കൂടെ 0, 6, 8, 14, 14, 5, 19, 19, 2, 21, 2 എഴുതി. 8, 2, 10, 17, 24, 24, 7, 31, 31, 7,
ഇങ്ങനെ കിട്ടും. എല്ലാം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി 3810 കഴിഞ്ഞില്ല. പ്ലസ് അവിടെ നിന്നുണ്ട് ഒരു എക്സ്, ഈ ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു എന്ന് പറയാം 775 എന്ന് പറയാം. ഇനി നമുക്ക് ഈ 6നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് പറയാമല്ലോ. അതായത് 3810 പ്ലസ് എക്സ് ഈക്വൽ ടു 6 ഇൻറ്റു 775 ചെയ്ത് നോക്കാം. 775 ഇൻറ്റു 6 ചെയ്യുമ്പോൾ 6 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 30 എന്ന് കിട്ടും. 3 ശിഷ്ടം. വീണ്ടും 6 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 72, 42ആണ്. 42 3 കൂടെ കൂട്ടുമ്പോൾ 42 3 45 എന്ന് കിട്ടും. 4 7 ഇൻറ്റു 6 42 4 46 എന്ന് കിട്ടും. നമുക്ക് കിട്ടും 4650 എന്ന് പറഞ്ഞിട്ട്. ശരി, പറഞ്ഞു വരാം. 3810 പ്ലസ് 6ാമത്തെ ദിവസത്തെ കൂലിയായ എക്സ് ഈക്വൽ ടു നമുക്ക് നിന്ന് കിട്ടി 4650 കിട്ടി. ഇനി പറഞ്ഞു വരാം, 6ാമത്തെ ദിവസത്തെ കൂലിയായ എക്സ് എന്ന് പറഞ്ഞാൽ 4650 അല്ലെ. ഈ 3810 ഇപ്പുറത്ത് വരുമ്പോ എന്താ മൈനസ് 3810 എന്ന് പറഞ്ഞിട്ട് കുറച്ച് നോക്കാം. 4650 മൈനസ് 3810 ചെയ്യുമ്പോൾ 0, 5 നിന്ന് കുറയ്ക്കുമ്പോ 4, 16 8 കുറയ്ക്കുമ്പോ 8, 0. നമുക്ക് കിട്ടി 840 എന്ന് പറഞ്ഞിട്ടും 840. അതായത് 6ാമത്തെ ദിവസത്തെ കൂലി എന്ന് പറഞ്ഞാൽ 6ാമത്തെ ദിവസത്തെ കൂലി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി 840 എന്ന് പറഞ്ഞിട്ടും 840. അപ്പൊ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു വരാമോ? നമുക്കറിയാം ശരാശരി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? തുക ഡിവൈഡഡ് ബൈ എണ്ണം എന്നാണ്. ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ, അല്ലെങ്കിൽ ടോട്ടൽ ചെയ്യണം, അതിനെ എണ്ണം കൊണ്ട് ഭാഗിക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ശരാശരി കിട്ടുന്നത്. ഇനി നമുക്ക് തുക എന്ന് പറഞ്ഞാൽ, നമുക്ക് ആവശ്യമായിട്ടുള്ള തുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തുക എന്ന് പറഞ്ഞാൽ ശരാശരി ഇൻറ്റു എണ്ണം എന്നാണ്. മനസ്സിലായിക്കൊള്ളണം. എവിടെയെങ്കിലും നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? തന്നിട്ടുള്ള ആവറേജിനെ ശരാശരി എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. ശരി, അപ്പൊ നമുക്ക് ശരാശരി പറയാം. 6 ദിവസത്തെയും ശരാശരി എത്ര തന്നിട്ടുണ്ട്? നമ്മുടെ ചോദ്യത്തിൽ 775 ആണ് തന്നിട്ടുണ്ടല്ലേ. 775 ആണ് തന്നിട്ടുണ്ട്. 6 ദിവസത്തെ ശരാശരി എന്ന് പറഞ്ഞാൽ 6 ദിവസത്തെയും കൂലി കൂട്ടണ്ടേ? അപ്പൊ 1ാമത്തെ ദിവസം പ്ലസ് 2ാമത്തെ ദിവസത്തെ കൂലി പ്ലസ് 3ാമത്തെ ദിവസത്തെ കൂലി പ്ലസ് 4ാമത്തെ ദിവസത്തെ കൂലി പ്ലസ് 5ാമത്തെ ദിവസം 6ാമത്തെ നമുക്ക് അറിഞ്ഞൂടാ. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഞാൻ എക്സ് എന്ന് കൊടുത്തു. ഡിവൈഡഡ് ബൈ എണ്ണമായ 6 കൊണ്ട് നമ്മൾ ഹരിച്ചു. അപ്പോഴും നമുക്ക് ശരാശരിയായ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എത്ര കിട്ടും? 775 കിട്ടും. ഇനി ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്രാന്ന് കിട്ടും? 3810. അതിന്റെ ഒപ്പം എക്സ് ഉണ്ട്. അതിനെ എണ്ണമായ 6 കൊണ്ട് വായിക്കുമ്പോഴാണ് ശരാശരിയായ 775 കിട്ടുന്നത്. ഈ 6നെ നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്യാം, അല്ലെ? ക്രോസ് ചെയ്ത് കയറ്റുമ്പോൾ 6 ഇൻറ്റു 775 എന്ന് പറഞ്ഞാൽ നമുക്ക് 4650 എന്ന് പറഞ്ഞു കിട്ടും. വീണ്ടും എക്സ് എന്ന് പറഞ്ഞാൽ ഈ 3810 വലതുവശത്തോട്ട് വരുമ്പോൾ അത് മൈനസ് ആയിട്ട് മാറും. നമുക്ക് കിട്ടും 840. ഓപ്ഷൻ ഡി 840. ഓക്കെ അല്ലേ? അപ്പൊ ഇതിനകത്ത് കുറച്ചധികം കാൽക്കുലേഷൻ വരുന്നുണ്ട്, കുറെ അധികം നമ്പേഴ്സ് ഒക്കെ കൂട്ടാനായിട്ടൊക്കെ ഉണ്ട്. സാവധാനം ഇരുന്ന് കണ്ടു നോക്കണേ. ചോദ്യം: ഒരു സംഖ്യയുടെ 40% 160 സംഖ്യയുടെ 30% എത്രയാണ്? അപ്പൊ ഒന്നും കൂടെ, ഒരു സംഖ്യയുടെ 40% 160 ആണ്. പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ആ സംഖ്യയുടെ 30% എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ആണ്. ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ള ചോദ്യമാണ്. 40% എന്ന് പറഞ്ഞാൽ എത്രയും തന്നിട്ടുണ്ട്? 160 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ട എന്താണ്? 30% എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 30% എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നും കൂടെ ഞാൻ എഴുതിയിരിക്കുന്ന നന്നായിട്ടൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ്? 40% 160 ആണ്. 30% എത്ര? ഒന്നുകൂടെ, 40% 160, 30% എത്ര? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ തിരിഞ്ഞും നോക്കരുത്, ക്രോസ് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ക്രോസ് ചെയ്യും. ക്രോസ് ചെയ്യുന്ന സമയത്ത് 2 സംഖ്യ വരുന്നത് നമ്മൾ അങ്ങ് മേലെഴുതും. അതായത് ഇവിടെ 2 സംഖ്യ വരുന്നത് എന്താണ്? 30 ഇൻറ്റു 160 അല്ലേ? ആ 30 ഇൻറ്റു 160 ഞാൻ മേലെഴുതി കൊടുത്തു. ഒറ്റയായിട്ട് നിൽക്കുന്ന സംഖ്യ എവിടെ അങ്ങ് എഴുതും? താഴെ അങ്ങ് എഴുതി കൊടുക്കും. അപ്പൊ ഒന്നും കൂടെ, 40% 160 ആണ്. 30% എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്യുന്ന സമയത്ത് 2 നമ്പർ വരുന്നതിനെ മേളിൽ എഴുതും, 1 നമ്പർ വരുന്നതിന് അങ്ങ് താഴെ എഴുതി കൊടുക്കും. അതായത് 40 അങ്ങ് താഴെ എഴുതി.
പൂജ്യം പോയി, പൂജ്യം പോയി, 4 ഒരു പ്രാവശ്യം, 16ലെ 4 4 പ്രാവശ്യം. 4 × 30 നമുക്ക് കിട്ടും 120 എന്ന് പറയുന്നത്. 120. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 120 എന്ന് പറയുന്നത്. 120. അടുത്ത ചോദ്യം. ശരി, ബോഡ്മാസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ 48 മൈനസ് 12 × 3 പ്ലസ് 8 ഹോൾ ഡിവൈഡഡ് ബൈ 10 മൈനസ് 18 ഡിവൈഡഡ് ബൈ 3. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഛേദത്തിൽ കിടക്കുന്ന ന്യൂമറേറ്ററിൽ കിടക്കുന്ന മേളിൽ കിടക്കുന്ന എല്ലാം ബോഡ്മാസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആൻസറിലോട്ട് എത്തിക്കണം. വീണ്ടും താഴെയുള്ളത് അല്ലെങ്കിൽ ഛേദത്തിൽ കിടക്കുന്ന ഡിനോമിനേറ്ററിൽ കിടക്കുന്നതിനെല്ലാം ബോഡ്മാസ് അനുസരിച്ച് കണക്ട് ചെയ്ത് നമ്മൾ ആൻസറിൽ എത്തിക്കണം. അത് രണ്ടും കൂടെ വായിച്ചാൽ മതി. ഓക്കെ ആണോ? അപ്പോ മേളുള്ളത് സെപ്പറേറ്റ് ചെയ്യണം, താഴെയുള്ളത് സെപ്പറേറ്റ് ചെയ്യണം, കിട്ടുന്ന ആൻസർ ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പൊ മേളുള്ള എല്ലാം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. 48 മൈനസ് 12 × 3 പ്ലസ് 3 8 നല്ല ഇട്ടിരിക്കണേ. നമുക്കറിയാം ബോഡ്മാസ് റൂൾ അനുസരിച്ച് ആദ്യം ഡിവിഷൻ ഒന്നും ഇതിനകത്തില്ല, ആദ്യം എന്ത് ചെയ്യണം, ഗുണിക്കണം അല്ലെ, തമ്മിൽ ഗുണിക്കാം. അതായത് നമുക്ക് ഇങ്ങനെ കിട്ടും 48 മൈനസ് 12 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 36 പ്ലസ് 8 ഹോൾ ഡിവൈഡഡ് ബൈ, ഇവിടെ താഴെയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഡിവിഷൻ അല്ലേ ചെയ്യേണ്ടത്. അപ്പൊ 18 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6 ആണ്. അതായത് 10 മൈനസ് 6 എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ മേളത്തെ കഥ പറയുകയാണെങ്കിൽ 48 ന് 36 കുറയ്ക്കുമ്പോൾ 12 കിട്ടും. 12 8 കൂടെ ചേരുമ്പോൾ എന്താവും, അത് 20 എന്ന് പറയും. അപ്പൊ ഒന്നുകൂടെ 48 ന് 36 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12 ആണ്. 12 8 കൂടെ ചേർന്ന് എന്തായിട്ട് മാറും, 20 എന്ന് പറയും. ഡിവൈഡഡ് ബൈ 10 മൈനസ് 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 ആണ്. 4ൽ 4 ഒരു പ്രാവശ്യം, 20ൽ 4 5 പ്രാവശ്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ ആൻസർ എന്താണ്, ഓപ്ഷൻ ബി 5 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. ശരി, കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നാണ് കണ്ടുപിടിക്കുന്നത്. കൂട്ടത്തിൽ പെടാത്ത സംഖ്യ ഏത് പറയാം. വേറെ ഒന്നുമില്ല ഇതിനകത്ത്. 16/5 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ 16 ഡിവൈഡഡ് ബൈ 10 എന്നാണ്. 16 ഡിവൈഡഡ് ബൈ 10. ഇതിനെ നമുക്ക് 2 കൊണ്ട് വെട്ടി ചെറുതാക്കണമെങ്കിൽ എന്തെന്ന് കിട്ടും, 5 എന്നും മേളിൽ എന്തെന്നും കിട്ടും. അതായത് നമുക്ക് എന്തെന്ന് കിട്ടി, 8/5 എന്ന് കിട്ടി. വീണ്ടും ഇതൊരു മിശ്ര ഭിന്ന രൂപമാണ്. ഇതിനെ വിഷമ ഭിന്നമാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ 5 × 1 5, 5 3. ഇത് എന്തെന്ന് തന്നെ കിട്ടും, 8/5 എന്ന് കിട്ടും. വീണ്ടും ഓപ്ഷൻ ഡിയിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്, 8/5 എന്നാ കൊടുത്തിരിക്കുന്നത്. അതായത് ഓപ്ഷൻ എയും 8/5, ഓപ്ഷൻ ബിയും 8/5, ഓപ്ഷൻ ഡിയും 8/5. പക്ഷേ പെടാതെ നിൽക്കുന്നത്, കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ സി എന്തായി പോയി, 5/8 ആയി പോയി. അപ്പോ എയും ബിയും ഡിയും എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും, 8/5 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഏതാണ്, ഓപ്ഷൻ സി ആണ്. 5/8 എന്നാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. ചോദ്യം. പത്ത് പേർ പരസ്പരം ഹസ്തദാനം ചെയ്താൽ, ഷേക്കൻഡ് കൊടുത്താൽ ആകെ എത്ര ഹസ്തദാനം എന്നാണ്. അപ്പൊ പരസ്പരം നമ്മൾ ഷേക്കൻഡ് കൊടുക്കുകയാണെങ്കിൽ, 10 പേര് ചേർന്ന് പരസ്പരം ഷേക്കൻഡ് കൊടുക്കുകയാണെങ്കിൽ ഇക്വേഷൻ ഓർമ്മിച്ച് വെച്ചോളണേ, n × n-1 ഡിവൈഡഡ് ബൈ 2 എന്നാണ്. അപ്പൊ ഒന്നും കൂടെ, പരസ്പരം നമ്മൾ ഷേക്കൻഡ്, 10 പേര് ചേർന്നിട്ട് പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്കൻഡ് കൊടുക്കുകയാണെങ്കിൽ, നമ്പർ ഓഫ് ഷേക്കൻഡ്സ് ചോദിക്കുകയാണെങ്കിൽ, ഹസ്തദാനങ്ങളുടെ എണ്ണം ചോദിക്കണമെങ്കിൽ എങ്ങനെ പറയണം, n × n-1 ഡിവൈഡഡ് ബൈ 2 എന്നാണ്. അപ്പൊ 10 പേരല്ലേ, എന്നിന്റെ സ്ഥാനത്ത് 10 ഇട്ട് കൊടുക്കാം. 10 × 10 - 1 എന്ന് പറഞ്ഞാൽ 9 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 2 ഒരു പ്രാവശ്യം, 10ൽ 2 എത്ര പ്രാവശ്യം ഉണ്ട്, 5 പ്രാവശ്യം. 5 × 9 നമുക്ക് കിട്ടും. ടോട്ടൽ എത്ര ഷേക്കൻസ് ഉണ്ട്, 45 ഹസ്തദാനങ്ങളാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 45 എന്ന് പറയുന്നത്. 45. ഓക്കെ അല്ലേ? ചോദ്യം. താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ മൂന്നാമതായി വരുന്ന സംഖ്യ എന്നാണ്. അവരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ, അവരോഹണ ക്രമം എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഡിസെൻഡിങ് ഓർഡർ എന്നാണ്. എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതുന്നതിനാണ് അവരോഹണ ക്രമം എന്ന് പറയും.
ഇനി ആരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ ചെറുതിന്ന് വലുതിലോട്ട് എഴുതുന്നത് അസെൻഡിങ് ഓർഡറിനെ നമ്മൾ പറയുന്നത് ആരോഹണ ക്രമം. അപ്പൊ ഒന്നും കൂടെ എങ്ങനെയാണ്? അവരോഹണം എന്ന് പറഞ്ഞാൽ വലുതിന്ന് ചെറുതിലോട്ട്. അപ്പൊ ഈ താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? വലുതിന്ന് ചെറുതിലോട്ട് എഴുതാം. ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഏതാ? 145. അതിനേക്കാളും കുറച്ചുകൂടെ ചെറുത് ഏതാ? 125. അതിനേക്കാളും ഇച്ചിരി കൂടെ ചെറുത് ഏതാ? 121. കഴിഞ്ഞു. നമുക്ക് ആവശ്യം എന്താണ്? മൂന്നാമതായി വരുന്നത് എന്നല്ലേ? മൂന്നാമതായി വരുന്നതല്ലേ? മൂന്നാമതായി വരുന്ന ഏതാണ്? 121. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 121. അപ്പോ ആ വാക്ക് ഓർമ്മിച്ചോളാം. അവരോഹണ ക്രമം എന്ന് പറയുന്നത് വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അവരോഹണ ക്രമം എന്ന് പറയും. അപ്പൊ നമ്മുടെ ആൻസർ വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതി വരുമ്പോൾ നമുക്ക് കിട്ടും 121 എന്ന് പറയും. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. BDE EGH HJK എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏത്? ശരി, പറഞ്ഞു വരാം. ഞാൻ താഴോട്ട് എഴുതുന്നില്ല. ബി കഴിഞ്ഞ അവർ എന്ത് വിട്ടിട്ടുണ്ട്? സി ഇടയിൽ വിട്ടിട്ടുണ്ട് അല്ലെ? സി. അടുത്ത DE ഒരുമിച്ച് എഴുതി. അപ്പോ ബി കഴിഞ്ഞിട്ട് ഒരെണ്ണം വിട്ടിട്ടാണ് ഡി. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത നമ്പർ ആണ് എന്ത്? ലെറ്റർ ആണ് എന്ത്? ഇ എന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഇയിൽ എൻഡ് ചെയ്തെങ്കിൽ ഇവിടെ ഇയിൽ സ്റ്റാർട്ട് ചെയ്യില്ല. ഇ കഴിഞ്ഞു അല്ലെ? ഇ കഴിഞ്ഞിട്ട് എഫ് അവർ എഴുതിയിട്ടില്ല അല്ലെ? എഫ് അവിടെ സ്കിപ്പ് ചെയ്തു. പിന്നെന്താണ്? ജി ജിയും ഹെച്ച് ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹെച്ചിൽ അവസാനിക്കുന്നെങ്കിൽ ഇവിടെ ഹെച്ചിൽ തുടങ്ങും അല്ലെ? ഹെച്ച്. അടുത്ത് ഹെച്ച് കഴിഞ്ഞിട്ട് ഐ അല്ലേ വരേണ്ട? ഐ അവർ സ്കിപ്പ് ചെയ്തു. പിന്നെ ജെയും കെയും ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. ഇവിടെ കെയിൽ അവസാനിക്കണമെങ്കിൽ നമ്മൾ എവിടെ തുടങ്ങും? കെ. HIJK. അടുത്ത് ഏത് സ്കിപ്പ് ചെയ്യണം? എൽ എഴുതണം അല്ലെ? എം എൻ. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? KMN എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി KMN. അപ്പോ ആദ്യത്തെ ലെറ്റർ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ലെറ്റർ നമ്മൾ വിടും അല്ലെ? സ്കിപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള രണ്ട് ലെറ്റേഴ്സ് ഒരുമിച്ച് പറയും. പിന്നെ എവിടെയാണ് അവസാനിക്കുന്നത് അതിലായിരിക്കും അടുത്ത് തുടങ്ങുന്നത് അല്ലെ? അടുത്ത സീരീസ് തുടങ്ങുന്നു. തൊട്ടടുത്ത ലെറ്റർ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. അടുത്ത രണ്ടെണ്ണം നമ്മൾ പറയും. എവിടെയാണ് അവസാനിക്കുന്നത് അതിൽ നമ്മൾ തുടങ്ങും. തൊട്ടടുത്ത ലെറ്റർ സ്കിപ്പ് ചെയ്യും. അതിന്റെ അടുത്ത ആ ഒരു ക്രമത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ആൻസർ KMN എന്ന് പറയും. KM. ചോദ്യം സിമ്പിൾ കോഡിങ്. ഒറ്റയാണ് കണ്ടത്. കുറച്ച് അധികം ചിന്തിക്കേണ്ടി വന്ന ഒരു ചോദ്യമാണ്. മറ്റേ കുറെ പേർക്കൊക്കെ കുറെ ചിന്തിച്ച് എഴുതേണ്ടി കുറെ ഒരു സംശയം ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. കുറെ കുട്ടികൾ സംശയം ചോദിച്ച ചോദ്യമാണ്. ശരി, അപ്പോ ഇതിനകത്ത് ഒറ്റയാനെ കണ്ടതിൽ എന്ന് പറയുമ്പോൾ 8:33, 12:37, 7:22, 15:46 എന്നൊക്കെ പറയാം. ശരി, പറഞ്ഞു വരാം. ഇവിടെ ഈ 8 എങ്ങനെ 33 വെച്ചാൽ എട്ടിനെ 4 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 33 കിട്ടുന്നത് അല്ലെ? 8x4 എന്ന് പറഞ്ഞാൽ 32ആണ്. അതിന്റെ കൂടെ 1 കൂട്ടുമ്പോഴാണ് 33 കിട്ടുന്നത്. ഇവിടെ 12:37 ആയത് എങ്ങനാ എന്ന് ചോദിച്ചാൽ 12നെ 3 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടുമ്പോഴാണ് 37 കിട്ടുന്നത് അല്ലെ? 12x3 എന്ന് പറഞ്ഞാൽ 36ആണ്. അതിന്റെ കൂടെ 1 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 37 കിട്ടും. വീണ്ടും 7നെ നമ്മൾ 3 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടുന്നു. അതായത് 7x3 എന്ന് പറഞ്ഞാൽ 21. ഒന്നും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 22 കിട്ടും. അതേപോലെ 15നെ നമ്മൾ 3 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടും. 15നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 45 കിട്ടും. അതിന്റെ കൂടെ 1 കൂട്ടുമ്പോഴാണ് 46 കിട്ടുന്നത്. ഇനി പറ ഏതാ ഒറ്റയാണ്? ഒന്നാമത്തെ ഒറ്റയാണെന്ന് പറഞ്ഞാൽ കാരണം എന്താ? ബാക്കി എല്ലാത്തിനെയും ആദ്യം വരുന്ന നമ്പറിനെ നമ്മൾ കണ്ടോ? 3 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടുമായിരുന്നു അല്ലെ? ആദ്യത്തെ നമ്പറിനെ മാത്രം നമ്മൾ എത്ര കൊണ്ടാ ഗുണിച്ചേ? 4 കൊണ്ടാ ഗുണിച്ചത്. 4 കൊണ്ട് ഗുണിച്ചിട്ടാ 1 കൂട്ടി. അപ്പൊ ഇതിനകത്ത് വേറിട്ട് നിൽക്കുന്നത് പറഞ്ഞാൽ ഏതാണ്? 8:33 മനസ്സിലായ? സംഭവം പിടികിട്ടിയ? ബാക്കി എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ എന്താ ചെയ്തത്? ആദ്യം പറയുന്ന നമ്പറിനെ 3 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടും. അപ്പൊ 37 കിട്ടും. വീണ്ടും ഇവിടെ ആദ്യം പറയുന്ന 7നെ 3 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടുമ്പോഴാണ് 22 കിട്ടുന്നത്. ഇവിടെ ആദ്യം പറഞ്ഞ 15നെ 3 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടുമ്പോഴാണ് 46 കിട്ടുന്നത് അല്ലെ? എല്ലാത്തിനെയും ബാക്കിയാണ് അവസാനത്തെ. ബിയും സിയും ഡിയും എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടുന്നു. പക്ഷെ എ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 4 കൊണ്ട് ഗുണിച്ചിട്ടാ 1 കൂട്ടി. അപ്പൊ നമുക്ക് വേറിട്ട് നിൽക്കുന്ന ഏതെന്ന് ചോദിച്ചാൽ ഒറ്റയാണെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ തന്നെയാണ്. 8:33. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്.
ഒന്നുകൂടി, അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം അജയന്റെ പ്രായം വിജയന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകും എന്നാ പറയുന്നത്. എങ്കിൽ വിജയന്റെ വയസ്സ് എത്ര എന്നാണ്? എങ്കിൽ വിജയന്റെ വയസ്സ് എത്രയായിരിക്കും എന്നാണ്. ഒന്നുകൂടെ, അജയന് വിജയനെക്കാട്ടിലും 10 വയസ്സ് കൂടുതലാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വർഷം അജയന്റെ പ്രായം വിജയന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ വിജയന്റെ വയസ്സ് എത്ര എന്നാണ് കണ്ടുപിടിക്കുന്നത്. ശരി. അപ്പൊ വയസ്സുമായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യം ഒരു 99% ചോദ്യങ്ങൾ നമുക്ക് ഓപ്ഷനിലും തിരിച്ചു ചെയ്യുന്നതാണ് എളുപ്പം. അപ്പൊ അത് തന്നെയാണ് ഞാൻ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഉള്ളത് അജയനും വിജയനുമാണ്. അജയനുണ്ട്, വിജയനുണ്ട്. പറഞ്ഞോളൂ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എങ്കിൽ വിജയന്റെ വയസ്സ് എത്രയാണെന്നല്ലേ? അപ്പം വിജയന്റെ വയസ്സ് 5 വെച്ചു. വിജയന്റെ വയസ്സ് 5 വെച്ചു. അപ്പൊ ഞാൻ വിജയന്റെ വയസ്സ് ഇവിടെ എഴുതിയേ. വിജയന്റെ വയസ്സ് 5. ഇനി നമ്മളെ ചോദ്യത്തിൽ ഒന്നേന്ന് പറഞ്ഞു വരാം. അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ വിജയൻ 5 വയസ്സാണെങ്കിൽ അജയന്റെ വയസ്സ് എത്രയായിരിക്കും? 5-നേക്കാളും 10 കൂടുതൽ എത്രയായിരിക്കും? 5ഉം 10ഉം കൂടെ ചേർന്നുമ്പോൾ 15 കിട്ടും. ഒന്നും കൂടെ, അജയന് വിജയനെക്കാളിലും 10 വയസ്സ് കൂടുതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വിജയന്റെ പ്രായം 5 എന്ന് പറഞ്ഞെടുക്കുകയാണെങ്കിൽ അജയന്റെ വയസ്സ് വിജയനെക്കാളിലും 10 കൂടി 15 ആയിരിക്കും. ഇനി അടുത്ത വർഷം അജയന്റെ പ്രായം വിജയന്റെ പ്രായത്തിന്റെ ഇരട്ടിയാവുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അടുത്ത വർഷം എന്ന് പറയുമ്പോൾ ഈ വിജയന്റെ പ്രായം അടുത്ത വർഷം ആകുമ്പോൾ എത്രയായിട്ട് മാറും? 6 മാറും. വിജയന് മാത്രം മാറൂല, അജയന്റെ പ്രായം എത്രയായിട്ട് അങ്ങ് മാറും? 16 മാറും. ഓക്കെ അല്ലേ? പറഞ്ഞിരിക്കുന്നത് എന്താണ്? അടുത്ത വർഷം അജയന്റെ പ്രായം വിജയന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകുന്നല്ലേ? അങ്ങനെ ആയോ? വിജയന്റെ പ്രായത്തിന്റെ ഇരട്ടിയാണോ? 6ന്റെ ഇരട്ടിയാണോ 16 എന്ന് പറഞ്ഞാൽ? അല്ല, അല്ല. അപ്പൊ കണ്ടീഷൻ, നമ്മൾ പറഞ്ഞ കണ്ടീഷൻ ഓക്കെ ആയില്ല. അപ്പൊ എന്തല്ല നമ്മുടെ ആൻസർ? എന്തല്ല? ഓപ്ഷൻ എ അല്ല. വീണ്ടും നമുക്ക് അജയനും വിജയനും പറഞ്ഞു നോക്കാം. അജയൻ, വിജയൻ ഇപ്പം 12 വെച്ചു. രണ്ടാമത്തെ ഓപ്ഷൻ ആയ 12 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 12 വെച്ചു. അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലെന്നല്ലേ? 12ഉം 10ഉം കൂടെ ചേരുമ്പോ എത്ര? 22 എന്ന് പറഞ്ഞിട്ടു അല്ലേ? വീണ്ടും ഇവിടെയും പറയാം. അടുത്ത വർഷം ആകുമ്പോൾ വിജയന്റെ പ്രായം 12 എന്നുള്ള എത്രയായിട്ട് മാറും? 13 മാറും. അടുത്ത വർഷം ആകുമ്പോൾ അജയന്റെ പ്രായം 22 എന്നുള്ള എത്രയായിട്ട് മാറും? 23. ഈ പറയണം നമ്മുടെ കണ്ടീഷൻ എന്താണ്? അജയന്റെ പ്രായം വിജയന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകുന്നല്ലേ? അങ്ങനെ ആയോ? 13ന്റെ ഇരട്ടി 13ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 26 23 അല്ല. അപ്പൊ ഇവിടെയും നമ്മളെ കണ്ടീഷൻ ഓക്കെ ആയില്ല. നമുക്ക് പറയാം എന്തല്ല? ഓപ്ഷൻ ബി അല്ല. ഇനി നമുക്ക് ഓപ്ഷൻ സിയിലേക്ക് വരാം. അജയനും വിജയനും ഉണ്ട്. വിജയന്റെ പ്രായം ഞാൻ ഇവിടെ 9 എന്ന് പറഞ്ഞെടുക്കുകയാണെങ്കിൽ വിജയന്റെ പ്രായം 9 വെച്ചു. അജയന് വിജയനെക്കാളിലും 10 വയസ്സ് കൂടുതലല്ലേ? അജയന് വിജയനെക്കാളിലും 10 വയസ്സ് കൂടുതൽ. അപ്പൊ അജയന്റെ പ്രായം എന്ന് പറഞ്ഞാൽ 9ഉം 10ഉം കൂടെ ചേർന്ന് 19 എന്ന് പറഞ്ഞിട്ട്. ഇനി അടുത്ത വർഷം ആകുമ്പോൾ എന്ത് സംഭവിക്കും? വിജയന്റെ പ്രായം 10 ആവും. അജയന്റെ പ്രായം എത്രയായിട്ട് അങ്ങ് മാറും? 20 മാറും. അപ്പോഴും നമ്മുടെ കണ്ടീഷൻ ഓക്കെ ആയില്ലേ? അടുത്ത വർഷം അജയന്റെ പ്രായം വിജയന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അടുത്ത വർഷം ആയപ്പോ കണ്ട, അജയന്റെ പ്രായം വിജയന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകണ്ട. 10ന്റെ ഇരട്ടിയല്ലേ? 20 എന്ന് പറഞ്ഞാൽ ഓക്കെ ആയത് കണ്ട. അപ്പൊ നമുക്ക് ഉറപ്പിച്ച് പറയാം നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 9 ആയിരിക്കും. അതായത് വിജയന്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്രയാണ്? 9 വയസ്സ്. അപ്പൊ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് കണ്ടീഷൻസ് ചെക്ക് ചെയ്ത് നമുക്ക് വയസ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിന്റെ ആൻസറിലോട്ട് എത്താൻ പറ്റും. ചോദ്യം. അപ്പൊ നമ്മുടെ LCM HCF എന്ന് പറയുന്ന ടോപ്പിക്കിൽ അത്യാവശ്യം നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ചോദ്യം ഇങ്ങനെയാണ്: 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3, 12 കൊണ്ട് ഹരിക്കുമ്പോൾ 6, 14 കൊണ്ട് ഹരിക്കുമ്പോൾ 8 ശിഷ്ടം വരാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ഒന്നുകൂടെ. 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3, 12 കൊണ്ട് ഹരിക്കുമ്പോൾ 6, 14 കൊണ്ട് ഹരിക്കുമ്പോൾ 8 ശിഷ്ടം വരാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നാണ് കണ്ടുപിടിക്കുക. ശരി, അപ്പൊ നമ്മൾ ഇവിടെ എടുത്തെഴുതാം. 9 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര വരണം? 3 വരണം. വീണ്ടും 12 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര വരണം? 6 വരണം. വീണ്ടും 14 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര വരണം? 8 വരണം. അപ്പൊ ഒന്നും കൂടെ, 9 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടേണ്ട ശിഷ്ടം 3, 12 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം 6, 14 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? 8. അപ്പൊ ഇതിനകത്തെല്ലാം ഒരു പൊതു വ്യത്യാസം ഉണ്ടല്ലോ. ഇവന്മാർ തമ്മിൽ ഒരു പൊതു വ്യത്യാസം ഉണ്ടല്ലോ. എത്രയാണ്?
അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, പൊതു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയെന്ന് പറയാം? 6 എന്ന് പറയാം. ഒന്നും കൂടെ ഇവര് തമ്മിൽ അല്ലെ, 9ഉം 3ഉം തമ്മിൽ ഒരു പൊതു വ്യത്യാസം സെയിം ആണ്, 6ആണ്. 12ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം 6 തന്നെയാണ്. 14ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര തന്നെയാണ്? 6 തന്നെയാണ്. അവർ തമ്മിൽ ഒരു പൊതു വ്യത്യാസം. ഇങ്ങനെ പൊതു വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി, എത്ര കൊണ്ടാണോ ഹരിക്കേണ്ടത്, ഇവിടെ എത്ര കൊണ്ടൊക്കെയാ ഹരിച്ചേ? 9 കൊണ്ട്, 12 കൊണ്ട്, 14 കൊണ്ടൊക്കെ അല്ലേ ഹരിച്ചേ? എത്ര കൊണ്ടാണോ ഹരിക്കേണ്ടത് അവരുടെ എന്ത് കണ്ടുപിടിക്കണം? LCM കണ്ടുപിടിക്കണം. LCM ലസാഗു കണ്ടുപിടിക്കണം. അതായത് 9ന്റെയും 12ന്റെയും 14ന്റെയും ലസാഗു LCM കണ്ടുപിടിച്ച് വരാം. LCM കണ്ടുപിടിച്ച് നോക്കാമോ? നമ്മൾ 2 കൊണ്ട് വെട്ടിച്ചെറുതാക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? 9 അതേപോലെ എഴുതും, 12 6ആവും, 14 എന്തായിട്ട് മാറും? 7ആയിട്ട്. വീണ്ടും നമുക്ക് 3 കൊണ്ട് വെട്ടിച്ചെറുതാക്കാം. 3 കൊണ്ട് വെട്ടിച്ചെറുതാക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? 9ൽ 3 3 പ്രാവശ്യം, 6ൽ 3 2 പ്രാവശ്യം, 7. ശരി, എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് LCM കിട്ടും. 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 7. പറഞ്ഞു വരാം. 7 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 14. 14 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 28 എന്ന് കിട്ടും. 28 ഇൻറ്റു 6 ചെയ്ത് നോക്കാം. 28 ഇൻറ്റു 6 ചെയ്യുന്നു. 8 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 48 എന്നാണ്. 4 ശിഷ്ടമായിട്ട് കിട്ടി. 2 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 12, 4 നമുക്ക് എത്ര എന്ന് കിട്ടും? 16 എന്ന് പറയും. ഒന്നും കൂടെ ഗുണിച്ചാൽ തെറ്റിയുണ്ട്. 7 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 14ആണ്. 14 ഇൻറ്റു 2 28ആണ്. 28 ഇൻറ്റു 6 അല്ല, 28 ഇൻറ്റു 9 ആണ് ചെയ്യേണ്ടത്. നമ്മൾ ഗുണിച്ചു വന്നതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, ശ്രദ്ധിച്ചോണേ. നമുക്കിവിടെ 28 ഇൻറ്റു 6 ചെയ്യേണ്ടത് അല്ലേ? 7 ഇൻറ്റു 2 14, 14 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 28, പിന്നെ 28 ഇൻറ്റു 3 ഇൻറ്റു 3 9 ആണ് അല്ലേ? അപ്പൊ 28 ഇൻറ്റു 9 ചെയ്യേണ്ടത്. 28 ഇൻറ്റു 9 ചെയ്യുമ്പോൾ 8 ഇൻറ്റു 9 ചെയ്യുമ്പോൾ 72 എന്നാ കിട്ടും. 72. 7 ഇവിടെ എഴുതി. 2 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ 18. 18ഉം 7ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 25 കിട്ടും. അപ്പൊ നമുക്ക് LCM കിട്ടി. LCM എന്ന് പറഞ്ഞാൽ നമുക്ക് 252 എന്ന് പറഞ്ഞിട്ട് 252. നമ്മൾ ഈ ടൈപ്പിൽ നമ്മൾ ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്ന LCMൽ നിന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന കോമൺ ഡിഫറൻസ് കുറച്ച് പറയണം. അതായത് 252ൽ നിന്ന് പൊതുവ്യത്യാസമായ 6 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും 246 എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 246. 246. അപ്പൊ നമ്മൾ ഈ ഒരു ടൈപ്പ് LCM HCM എന്ന് പറഞ്ഞ ടോപ്പിക് എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ പെട്ടെന്ന് പറയുന്നതേ ഉള്ളൂ, എത്ര കൊണ്ടാണോ ഹരിക്കേണ്ട അവരുടെ LCM കണ്ടുപിടിക്കണം. നമുക്ക് LCM കണ്ടുപിടിച്ചപ്പോൾ എത്ര കിട്ടി? 252 കിട്ടി. 252 കിട്ടി. അതിൽ നിന്ന് എന്ത് കുറച്ച് പറയണം? കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം. നമ്മളല്ലേ ഇവിടെ ഇവർ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ 6 എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ പൊതു വ്യത്യാസം കുറയ്ക്കുമ്പോൾ നമ്മുടെ ആൻസർ ആവും. നമ്മുടെ ആൻസർ എത്രയെന്ന് കിട്ടും? 246 എന്ന് പറയും. ചോദ്യം. ശരി, എനിക്ക് വലിയ വിഷമിപ്പിക്കാത്ത ഒരു കോഡിംഗ് ആണ്. സൺ എന്നതിന് സൺ SUN എന്നത് RTTVMO എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്. ശരി, ചുരുക്കി പറഞ്ഞാൽ ഈ എസ് എന്ന് പറഞ്ഞാൽ, എസ് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എസിന് മുന്നേ ഉള്ള R എഴുതും, എസിന് ശേഷമുള്ള ടി എഴുതും. മനസ്സിലായോ? എസിന് മുന്നേ ഉള്ള ലെറ്റർ ആണ് എന്ത്? R. എസിന് ശേഷമുള്ളതാണ് ടി. ഇനി ഇവിടെ യു വന്നപ്പോൾ യുവിന് മുന്നേ ഉള്ള ടിയും എഴുതി, യുവിന് ശേഷം വരുന്ന ലെറ്റർ ആയ വിയും എഴുതി. വീണ്ടും എൻ ഇവിടെ വന്നപ്പോൾ എന്നിന് മുന്നേ ഉള്ള എമ്മോ എഴുതി, എന്നിന് ശേഷമുള്ള ഓയും എഴുതി. അതേപോലെ നമുക്ക് പെന്നും എഴുതി വരാൻ പറ്റില്ല. പെൻ, PEN. പി വരുമ്പോൾ പിക്ക് മുന്നേയുള്ള ലെറ്റർ എഴുതണം, പിക്ക് ശേഷമുള്ള ലെറ്റർ എഴുതണം. പിക്ക് മുന്നേ ഉള്ളത് MN. O കഴിഞ്ഞിട്ടല്ലേ പി വരുന്നത്, അപ്പൊ O എഴുതി. MNO. P കഴിഞ്ഞിട്ട് വരുന്ന ഏതാണ്? Q. പിന്നെ ഇ വരുമ്പോൾ ഇക്ക് മുന്നേ ഉള്ള ABCD കഴിഞ്ഞിട്ടാണ് ഇ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? ഡി എഴുതും. ABCD. ഇ കഴിഞ്ഞിട്ട് വരുന്ന ഏതാണ്? F. അപ്പൊ ഡിയും എഫും എഴുതി.
ഇനി എൽ എം എം കഴിഞ്ഞിട്ടാണ് എൻ വരുന്നത് അല്ലെ? അപ്പോ എന്നിന് മുന്നേയുള്ള എം എഴുതി എം എൻ, അത് കഴിഞ്ഞിട്ട് എന്താ വരുന്നത്? ഓ ആണ് വരുന്നത്. ചേർത്ത് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഒ ക്യു ഡി എഫ് എം ഒ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ, ഒ ക്യു ഡി എഫ് എം ഒ എന്ന് പറയും. ഓക്കെ അല്ലേ? സിമ്പിൾ ആണ്, വേറെ ഒന്നുമില്ല. തന്നിട്ടുള്ള ലെറ്ററിന് തൊട്ട് മുന്നേയുള്ള ലെറ്റർ, തൊട്ട് ശേഷമുള്ള ലെറ്റർ എഴുതാൻ. തന്നിട്ടുള്ള ലെറ്ററിന് തൊട്ട് മുന്നേ ഉള്ള ലെറ്റർ, തൊട്ട് ശേഷമുള്ള ലെറ്റർ എഴുതിയാൽ മതി. നമ്മുടെ കോഡ് സെറ്റ് ആവും. ചോദ്യം, ഇത് ഈ വർഷത്തെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ വർഷം ചോദിച്ചാലും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ വർഷം ഇതേ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞു വരാം. 1/5 പ്ലസ് 1/5 സ്ക്വയർ പ്ലസ് 1/5 ക്യൂബ് ഈക്വൽ ടു ഡാഷ് എന്ന്. ശരി, അപ്പൊ ഞാൻ ഇതിന് അതേപോലെ തന്നെ അങ്ങ് എഴുതുന്നു. 1/5 1/5 പ്ലസ് 1/5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എത്രയാണ്? 25. പ്ലസ് 1/5ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം 5ന്റെ ക്യൂബ് എത്രയാണ്? 125. ഒക്കെയാണ്. അപ്പോ തന്നിട്ടുള്ളത് ഞാൻ അതേപോലെ എഴുതി, 1/5 എഴുതി. ഇനി 1/5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ, 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം 25 ആണ്. 1/5 ക്യൂബ്, 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത് എത്രയാണ്? 125. ഇനി താഴെ നമ്മൾക്ക് എങ്ങനെയെങ്കിലും 10ഓ 100ഓ 1000ഓ 10,000 എന്തെങ്കിലും ആക്കാൻ പറ്റുമോ നോക്കാം. എങ്ങനെയാണ്? താഴെയുള്ള നമ്പേഴ്സിന് 5, 25, 125 ഒക്കെ ഇല്ലേ? ഇതിനെ എങ്ങനെയെങ്കിലും 10ലോട്ടോ 100ലോട്ടോ 1000ലോട്ടോ 10,000ലോട്ടോ ഒക്കെ ആക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഒന്നാലോചിച്ചു. 5നെ നമുക്ക് എന്താക്കാൻ പറ്റും? 10 ആക്കാൻ പറ്റും. എങ്ങനെ ആക്കാം? 5നെ 10 ആക്കുന്നത് എങ്ങനെയാണ്? 2 കൊണ്ട് ഗുണിച്ചാൽ പോരെ? അങ്ങനെ ചുമ്മാതങ്ങനെ നമുക്ക് 2 കൊണ്ട് ഗുണിക്കാൻ പറ്റൂല. താഴെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കണമെങ്കിൽ എവിടെയും നമ്മൾ 2 കൊണ്ട് ഗുണിക്കും, മേളിൽ 2 കൊണ്ട് ഗുണിക്കും. ഓക്കെയാണ്? പരിപാടി ഓക്കെയാണ്. വീണ്ടും ഇപ്പുറത്തോട്ട് വരുമ്പോ 25നെ എങ്ങനെയെങ്കിലും 100 ആക്കാൻ പറ്റും. 25ന് 100 ആക്കാൻ പറ്റും. ആലോചിച്ചു, 25നെ 4 കൊണ്ട് ഗുണിക്കുമ്പോഴല്ലേ 100 ആകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 25നെ 4 കൊണ്ട് ഗുണിച്ചു. ചുമ്മാതെ അങ്ങനെ 4 കൊണ്ട് ഗുണിക്കാൻ പറ്റില്ല. താഴെ ഗുണിക്കണമെങ്കിൽ എവിടെയും ഗുണിക്കും, മേളിലും നമ്മൾ ഗുണിക്കും. ഇനി ഇങ്ങോട്ട് ആലോചിച്ചു, 125നെ എങ്ങനെയാണ് നമ്മൾ 1000 ആക്കുന്നത്? ആലോചിച്ചു, 125നെ 1000 ആക്കണം. ഇനി അറിഞ്ഞുകൂടാ, പഠിച്ചു വെച്ചോളാം. 125നെ 1000 ആക്കുന്നത് 125നെ 8 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് അത് എന്താവുന്നത്? 1000 ആകും. ചുമ്മാതെ അങ്ങനെ താഴെ മാത്രം ഗുണിക്കാൻ പറ്റില്ല, മേളിലും കൂടെ ഗുണിക്കണം. ഓക്കെയാണ്? ഇത്രയും പരിപാടി ഓക്കെ. അപ്പൊ നമുക്ക് കിട്ടിയ ഐറ്റംസിന് ഞാൻ താഴെ എടുത്ത് എഴുതുകയാണ്. 1 × 2 എന്ന് പറഞ്ഞാൽ എന്താ? 2 ബൈ 5 × 2 എന്ന് പറഞ്ഞാൽ എന്താ? 10 പ്ലസ് 1 × 4 എന്ന് പറഞ്ഞാൽ എത്ര? 4 ഡിവൈഡഡ് ബൈ 25 × 4 എന്ന് പറഞ്ഞാൽ എത്ര? 100 പ്ലസ് 1 × 8 എന്ന് പറഞ്ഞാൽ എത്ര? 8 ഡിവൈഡഡ് ബൈ 125 × 8 എന്ന് പറഞ്ഞാൽ എത്ര? 1000. ഇനിയിപ്പോ 2/10 10 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാ പോരെ. എന്തെന്ന് കിട്ടും? 0.2 പ്ലസ് 4/100 എന്ന് പറഞ്ഞാൽ 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിരണ്ടേ, അതായത് 0.04 എന്ന് പറഞ്ഞിട്ട് പ്ലസ് 8/1000 എന്ന് പറഞ്ഞാൽ 3 സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിരണ്ടേ, അതായത് 0.008 എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം കൂടെ കിട്ടും 0.2 0.2 0.04 0.008 കൂടെ കൂട്ടണം. ഇവിടെ 8 4 2 0. നമുക്ക് കിട്ടി 0.248 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 0.248. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനകത്ത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയേ ഉള്ളൂ. 5നെ എങ്ങനെയെങ്കിലും 10 ആക്കാൻ പറ്റുമോ നോക്കണം. 25നെ എങ്ങനെയെങ്കിലും 100 ആക്കാൻ പറ്റുമോ നോക്കണം. 125നെ 1000 ആക്കാൻ പറ്റും. എങ്ങനെയാണ്? 8 കൊണ്ടൊക്കെ നമുക്ക് ഗുണിക്കുമ്പോൾ എന്താവും? 1000 ഉണ്ട്. ഇനി താഴെ മാത്രം ഗുണിച്ചാൽ പോരാ, താഴെ ഗുണിക്കണമെങ്കിൽ അതനുസരിച്ച് എവിടെയും ഗുണിക്കണം, മേളിലും. ഓക്കെ അല്ലേ? ചോദ്യം, അപ്പൊ ഇത് നമ്മൾ ലസാഗു എന്ന് പറയുന്നത് നമ്മുടെ LCM HCF എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ,
2² × 3³ എന്നീ സംഖ്യകളുടെ ലസാഗു എത്രയാണ്? ലസാഗു. അപ്പൊ ഇതേപോലെ കുറച്ച് ഈ പറയണ എന്താ പ്രത്യംഗങ്ങൾ തന്നിട്ട് അതിനെ ഗുണിച്ചൊക്കെ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി ബേസ് ആയിട്ടുള്ള നമ്പേഴ്സ് അങ്ങ് എഴുതും. ഇവിടെ ബേസ് ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാ? 2, 3 അല്ലേ? താഴെ പറഞ്ഞ നമ്പർ 2, 3 അല്ലേ? അപ്പൊ 2 × 3 അങ്ങ് എഴുതി. 2 × 3 എഴുതി. എന്നിട്ട് രണ്ടിന്റെ ഏറ്റവും വലിയ പവർ അങ്ങ് എഴുതും. രണ്ട് കൂട്ടത്തിലും തമ്മിൽ രണ്ടിന്റെ ഏറ്റവും വലിയ പവർ ഏതാ? 3 അല്ലേ? അപ്പൊ 2³ വീണ്ടും 3ന്റെ ഏറ്റവും വലിയ പവർ, 3ന്റെ ഇവിടെ ഒരു 3² ഉണ്ട്, 3³ ഉണ്ട്. ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് എന്താ? 3³ അല്ലേ? 3/3. അപ്പൊ ഒന്നും കൂടെ ബേസ് ആയിട്ടുള്ള നമ്പർ എഴുതണം, ഏറ്റവും വലിയ പവർ എഴുതാം. ഒന്നുകൂടെ ബേസ് ആയിട്ടുള്ള നമ്പർ എഴുതണം, ഏറ്റവും വലിയ പവർ എഴുതുമ്പോൾ സെറ്റ് ആവും, നമുക്ക് LCM കിട്ടും. അപ്പൊ ഒന്നും കൂടെ എങ്ങനെയാണ് എഴുതേണ്ടത്? ബേസ് ആയിട്ടുള്ള താഴെ വരുന്ന നമ്പർ എഴുതണം, ഏറ്റവും വലിയ പവറുകൾ ഏതാണ് അതങ്ങ് എഴുതി കൊടുത്താൽ മതി. 2ന്റെ ഏറ്റവും വലിയ പവർ 3, അപ്പൊ 2/3 ഇൻറ്റു 3ന്റെ ഏറ്റവും വലിയ പവർ 3/3 എഴുതി, പരിപാടി കഴിഞ്ഞു. ഇനി ഇതിങ്ങനെ നമ്മുടെ ഓപ്ഷനിൽ ഇല്ല. പകരം 2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര? 8 ഇൻറ്റു 3ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര? 27. തമ്മിലങ്ങ് ഗുണിക്കും. 27 ഇൻറ്റു 8 ചെയ്യണം. 7 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 56. 5. 2 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 16. 16 5 ചേരുമ്പോൾ 21. നമ്മുടെ ആൻസർ 216, ഓപ്ഷൻ സി. 216, ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ചെയ്യേണ്ട പരിപാടി എന്താണ്? ബേസ് ആയിട്ടുള്ള നമ്പർ എഴുതണം, ഏറ്റവും വലിയ പവർ എഴുതി കൊടുത്താൽ മതി. ബേസ് ആയിട്ടുള്ള നമ്പർ എഴുതണം, ഏറ്റവും വലിയ പവർ എഴുതി കൊടുത്താൽ മതി. അങ്ങനെ ഇനി ഓപ്ഷനിൽ 2/3 ഇൻറ്റു 3/3 എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നേരത്തെയുള്ള പരീക്ഷയ്ക്കൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. അത് നമുക്ക് ധൈര്യമായിട്ട് കറക്റ്റ് ഇല്ല. നമുക്ക് 2ന്റെ ക്യൂബ് നമുക്ക് അറിയാം 8 ആണ്. 3ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 27. തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടും 216 എന്ന്. 216. ഓക്കെ അല്ലേ? അപ്പോ 20 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കിയത്. LGS പരീക്ഷയ്ക്ക് വന്നതാണ്. അതായത് ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് കഴിഞ്ഞ ദിവസം വന്ന ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത്. വളരെ നല്ല ചോദ്യങ്ങളായിരുന്നു. ഉറപ്പായിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. വരുന്ന LGS പരീക്ഷയ്ക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും LGS പരീക്ഷ എഴുതുന്നവരെല്ലാവരും ഇത് ഉറപ്പായിട്ടും കണ്ടിരിക്കണം. അപ്പൊ ഞാൻ ഇടയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഘടകങ്ങളുടെ എണ്ണം കാണുന്ന ഒരു വീഡിയോ. അത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. അപ്പൊ ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. അതൊന്ന് ഉറപ്പായിട്ടും കണ്ടു നോക്കണേ. ഘടകങ്ങളുടെ എണ്ണം കാണുന്ന ആ വീഡിയോ കണ്ടു നോക്കണം. അപ്പൊ എല്ലാവരും നന്നായിട്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ വരുന്ന മാസങ്ങളിൽ 2-3 മാസത്തിനുള്ളിൽ LGSന്റെ പരീക്ഷകളൊക്കെ വന്നുകൊണ്ടിരിക്കും, വരും. ആദ്യം LDC പരീക്ഷയാണ്, അത് കഴിഞ്ഞ ഉടനെ LGSന്റെ പരീക്ഷ ഉണ്ടാവും. നന്നായിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല. LGS പരീക്ഷയ്ക്ക് 20 മാർക്കാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യമൊക്കെ ചെയ്യാൻ അറിയാവുന്നവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു 20 മാർക്ക് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതേപോലെ കറണ്ട് അഫയേഴ്സ് ഫ്രീ ആയിട്ടല്ല, കറണ്ട് അഫയേഴ്സ് ഒന്ന് നന്നായിട്ട് പഠിച്ചാലേ കിട്ടും. അപ്പൊ അതിനെക്കാട്ടിലൊക്കെ നമുക്ക് എളുപ്പത്തിന് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് 20 മാർക്കിന്റെ മാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിരിക്കട്ടെ, വെറുതെ മാർക്കിൽ കളയരുത്, വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ചോദ്യങ്ങൾ എല്ലാ ദിവസവും നമ്മൾ മാത്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.